ഹായ് ഹലോ എല്ലാവർക്കും ടാരോ ടോക്ക് 1111 എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ റീഡ് ചെയ്യാൻ പോകുന്നത് നിങ്ങളെല്ലാവരും തമ്പനെയിലിൽ കണ്ട പോലെ തന്നെ ഏറീസിൽ ജനിച്ചവരുടെ ജനറലായിട്ടുള്ളൊരു റീഡിംഗ് ആണ് നോക്കാൻ പോകുന്നത്. സോ മൈൻഡ് കാം ആൻഡ് ക്ലിയർ ആക്കിയിരിക്കുക. പോസിറ്റീവായ കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക. പോസിറ്റീവ്സിനെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ നിങ്ങൾക്ക് കണക്റ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക. ഓക്കെ, വേൾഡ് കാർഡ് വന്നിട്ടുണ്ട്. പേജ് ഓഫ് വോൺസ്, സ്ട്രെങ്ത്, കിങ് ഓഫ് വോൺസ്, 6 ഓഫ് കപ്സ്, ദെൻ 3 ഓഫ് പെൻറ്റക്കിൾസ്, ഏസ് ഓഫ് കപ്സ്, പേജ് ഓഫ് കപ്സ്, 9 ഓഫ് വോൺസ് ആൻഡ് 4 ഓഫ് പെൻറ്റക്കിൾസ്. നമുക്ക് ബോട്ടം ഓഫ് ദ ഡെക്കിൽ വന്നിരിക്കുന്നത് 8 ഓഫ് സ്വാർഡ്സ് ആണ്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്ന കാർഡ് വേൾഡ് കാർഡാണ്. സോ വേൾഡ് കാർഡ് എന്ന് പറയുമ്പോൾ വളരെയധികം പോസിറ്റീവായിട്ടുള്ളൊരു കാർഡാണ്. അതായത് ഒരു സൈക്കിളിൻ്റെ ഒരു കംപ്ലീഷൻ എന്ന് പറയാം. അതായത് നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ചേർന്നിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ അതിനൊരു പോസിറ്റീവ് എൻഡ് വരാൻ പോകുന്നു. അല്ലെങ്കിൽ ഇപ്പോൾ എന്തായിക്കോട്ടെ, ഒരു ജോലിക്കാരിയായാലും പഠിത്തക്കാരിയായാലും എന്തിനായാലും ഒരു ഹാപ്പിനെസ് വരാൻ പോകുന്നു, ഒരു പോസിറ്റീവായിട്ടുള്ളൊരു റിസൾട്ട് വരാൻ പോകുന്നു എന്ന് തന്നെയാണ് നമുക്ക് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്ന കാർഡ്. പിന്നെ പേജ് ഓഫ് വോണ്ട് വന്നിട്ടുണ്ട്. പേജ് ഓഫ് വോണ്ട്സിൽ പുതിയ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് വരുന്നുണ്ട്. ഓക്കെ, സോ അതിൽ നിങ്ങൾ ഭയങ്കര എക്സൈറ്റഡും ക്യൂരിയസ് ആയിട്ടിരിക്കുന്ന ഒരു ഇതാണ് കാണുന്നത്. തേർഡ് നമുക്ക് സ്ട്രെങ്തിൻ്റെ കാർഡ് വന്നിട്ടുണ്ട്. സോ സ്ട്രെങ്ത് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇമോഷണലി ചിലപ്പോൾ വീക്കായിട്ടുള്ള, അല്ലെങ്കിൽ ഇമോഷണലി സ്റ്റേബിൾ അല്ലാത്തൊരു വ്യക്തിയായിരിക്കാം. പക്ഷേ അതെന്ത് ചെയ്യണം, നിങ്ങൾ കൺട്രോൾ ചെയ്യണം. ഓക്കെ, ഇന്നർ സ്ട്രെങ്ത്, നമ്മൾ പേഷ്യൻസ് വേണം, ക്ഷമ നമ്മൾ വേണം. ക്ഷമ ഉണ്ടെങ്കിലേ ഈ ഏറീസിൽ ജനിച്ചവർക്ക് പല പല ചാലഞ്ചസും ഓവർകം ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നാണ് ഇവിടെ വന്നിരിക്കുന്നത്. നെക്സ്റ്റ് കിങ് ഓഫ് വോൺസ് വന്നിട്ടുണ്ട്. സോ നമ്മളുടെ ആ ഒരു പാഷൻ, അതിൽ നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് സക്സസ് ആകാൻ പറ്റും. നമ്മൾ എന്താണോ നമ്മുടെ ഗോൾസ്, അത് നമ്മൾ പറഞ്ഞ പോലെ ഒരുപാട് ചാലഞ്ചസ് ഉണ്ടാവും. സോ അത് ക്ഷമയോടുകൂടി നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. ഓക്കെ, 6 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. സോ പാസ്റ്റിലുള്ള മെമ്മറീസ്, അല്ലെങ്കിൽ പഴയ റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്സ്, ഏതുമായിട്ടൊക്കെ ഒരു റീകണക്ഷൻ അത് കാണിക്കുന്നുണ്ട്. അല്ലെങ്കിൽ പാസ്റ്റിൽ നടന്നിട്ടുള്ള എക്സ്പീരിയൻസസ്, അതായത് നമുക്ക് ഒരുപാട് ലെസൺസൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. നമ്മൾ ഓരോ വർഷവും ഓരോ പ്രായം കഴിയും തോറും നമുക്ക് ഓരോ എക്സ്പീരിയൻസുകളാണ് കിട്ടുക, അല്ലെങ്കിൽ ഓരോ പാഠങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. സോ അതിനെക്കുറിച്ചൊക്കെ ഓർക്കുന്നുണ്ട്. സോ അതൊന്നും മറക്കത്തില്ല, കാരണം ഒരുപാട് ലെസൺസ് പഠിച്ചിട്ടുള്ള വ്യക്തികളായിരിക്കണം ഏറീസിലുള്ളവർ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് 3 ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ട്. അതായത് ഒരു ടീം വർക്ക്, അതായത് നിങ്ങൾക്ക് ചിലപ്പോൾ മറ്റുള്ള പേഴ്സൺസുമായിട്ട് ഒരു കമ്പൈൻ, എന്താ പറയുക, ഒരു കൊളാബറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യേണ്ടി വരുമായിരിക്കും. സോ അത് നിങ്ങളുടെ സ്കിൽസിനെയൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനും നിങ്ങളുടെ ഗോൾസ് അച്ചീവ് ചെയ്യാനൊക്കെ നിങ്ങളെ സഹായിക്കുമെന്നാണ് കാണുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് ഏസ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. സോ ഒരു ഫ്രഷ് ആയിട്ടുള്ളൊരു ഇമോഷണൽ ബിഗിനിങ്, അതൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ലൈക്ക് ഒരു ന്യൂ ലവ്, അല്ലെങ്കിൽ പഴയ കാര്യങ്ങൾ, ഞാൻ പറഞ്ഞല്ലോ പാസ്റ്റിലുള്ള പല എക്സ്പീരിയൻസുകളും ഇഷ്ടംപോലെ ഉണ്ട്. സോ അതിൽ നിന്നൊക്കെ ഹീലായിട്ട്
പുതിയ ഇമോഷണൽ ഒരു ബാലൻസ് കൊണ്ടുവരിക, അല്ലെങ്കിൽ പുതിയ ഇമോഷൻസ് ബിൽഡ് ചെയ്യുക, ആ ഒരു ഇത് കാണുന്നുണ്ട്. ഒരു ഫ്രഷ് സ്റ്റാർട്ടപ്പ് കാണുന്നുണ്ട് ഇമോഷണലി ആയാലും. ആൻഡ് നമുക്ക് നെക്സ്റ്റ് പേജ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. ഓക്കെ, പേജ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഇമോഷണൽ സ്റ്റാർട്ട് എന്ന് പറഞ്ഞില്ലേ, സോ അതുപോലെ തന്നെ മേ ബി ഒരു ലവ് റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഫ്രഷ് സ്റ്റാർട്ട് അങ്ങനെ വരും എന്നാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ പഴയതാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഹീലായി പുതിയൊരു ഫ്രഷ് സ്റ്റാർട്ട് ഒന്നും കൂടെ തുടങ്ങും. സോ അങ്ങനെ നമുക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യാം. ആൻഡ് നെക്സ്റ്റ് നമുക്ക് 9 ഓഫ് വോൺസ് വന്നിട്ടുണ്ട്. അതായത് ഏറീസ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരുപാട് ചാലഞ്ചസ്, അതായത് ഒരുപാട് ബ്രേക്ക് ത്രൂയിലൂടെ കടന്നു പോയിട്ടുള്ള വ്യക്തികളാണ്. ഓക്കെ, അപ്പോൾ അവരുടെ ഗോൾസ് അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ തീർച്ചയായും ഇതൊക്കെ ഓവർകം ചെയ്ത്, ചാലഞ്ചസിനെ എല്ലാം ഓവർകം ചെയ്ത് അവർ സ്വയം എന്താ പറയുക, അവരെ മുന്നോട്ട് പുഷ് ചെയ്യണം എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ അവർ ഒരുപാട് കാര്യങ്ങളിൽ അവർ സ്റ്റക്കാകുന്നുണ്ട്, ബട്ട് സ്റ്റിൽ ദേ ആർ പുഷിങ് ദംസെൽഫ്. അതാണ് നമുക്കിവിടെ ഈ ഒരു കാർഡിൽ കാണാൻ സാധിക്കുന്നത്. ആൻഡ് ഫൈനലി നമുക്ക് 4 ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ട്. സോ അതെന്ന് പറയുമ്പം എന്താ പറയുക, ഹോൾഡ് ഓൺ ചെയ്യുക, സ്റ്റെബിലിറ്റിയുടെ ഒക്കെ ഒരു കാർഡാണ്. അതായത് ഫിനാൻഷ്യലി സ്റ്റേബിൾ ആകാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, അവർ എന്താ പറയുക, അത് ആ ഒരു ബാലൻസ്, അതായത് പൈസ സമ്പാദിക്കുക അല്ലെങ്കിൽ അത് സേവ് ചെയ്യണമെന്നൊരു മെൻറ്റാലിറ്റി ഒക്കെ ഉള്ളൊരു പേഴ്സണാണ് ഈ ഒരു ഏറിസിലുള്ളത്. ഓക്കെ, ആൻഡ് നമുക്ക് ബോട്ടം ഓഫ് ദി ഡെക്ക് 8 ഓഫ് സ്വാർഡ്സ് വന്നിരുന്നു. സോ അതിൽ എന്താ പറയുക, മെൻ്റലി ഒരുപാട് സ്റ്റക്കായിട്ടും അല്ലെങ്കിൽ സ്വയം സെൽഫ് ലിമിറ്റ് ചെയ്യുക, ഒരുപാട് കാര്യങ്ങളിൽ ആക്ച്വലി പൊട്ടൻഷ്യലുള്ളൊരു പേഴ്സൺ ആയിരിക്കും നമ്മൾ. പക്ഷെ നമ്മൾ തന്നെ സ്വയം ഇല്ല, എന്നെക്കൊണ്ട് ഇത് സാധിക്കില്ല എന്ന് പറഞ്ഞ് ഒതുങ്ങിക്കൂടുക, ആ ഒരു ഇതാണ് കാണുന്നത്. അതൊരു മൈൻഡ് സെറ്റാണ്. അതും ചിലപ്പോൾ ഒരു ചാലഞ്ചായിട്ട് നമുക്ക് ഏറ്റെടുക്കാം. സോ ആ ഒരു ചാലഞ്ചിൽ നിന്നും നമ്മൾ ഓവർകം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്താൻ സാധിക്കും. ഓക്കെ, സോ ഏറിസിൻ്റെ റീഡിങ്സിൽ നമുക്ക് കാണാൻ സാധിച്ചത് ഫസ്റ്റ് തന്നെ വേൾഡ് കാർഡ് വന്നു. അതായത് ഒരു ടേണിംഗ് പോയിൻറ്റ്, നിങ്ങൾ ഒരു പുതിയ ഓപ്പർച്യൂണിറ്റീസൊക്കെ നിങ്ങൾക്ക് വരാൻ പോകുന്നു, നിങ്ങൾ പുതിയൊരു ഇതിലോട്ട് സ്റ്റെപ്പ് ചെയ്യാൻ പോകുന്നു, നിങ്ങൾക്കൊരു ന്യൂ ചാപ്റ്റർ വരാൻ പോകുന്നു എന്ന് കണ്ടു. പിന്നെ നിങ്ങൾ ക്ഷമയില്ലാത്തവരാണ്. സോ ഇന്നർ സ്ട്രെങ്ത് ബിൽഡ് ചെയ്യുക, പേഷ്യൻസ്, ക്ഷമ വേണം. ഓക്കെ, പല കാര്യങ്ങളും ഓവർകം ചെയ്ത് വിജയിക്കാൻ ക്ഷമ അനിവാര്യമാണ്. പിന്നെ ഈ പറഞ്ഞ ഫിനാൻഷ്യലി ഉള്ള ഒരു ബുദ്ധിമുട്ട് കാണുന്നുണ്ട്. അതായത് പൈസ സേവ് ചെയ്യാനുള്ള ഒരു ഇത് നമ്മൾ കാണുന്നുണ്ട്. സോ അത് എന്തായാലും ഒരു പോസിറ്റീവ് റീഡിംഗ് ആണ് നമുക്ക് ഇവിടെ വന്നിരിക്കുന്നത്. ഇമോഷണലി ആയാലും ഒക്കെ ഒരു ഫ്രഷ് സ്റ്റാർട്ട് നമുക്ക് കാണുന്നുണ്ട്. ഓക്കെ, ബോൾഡായിട്ടുള്ള ആക്ഷൻസ് എടുക്കേണ്ടി വരും. കാരണം ഒരുപാട് ഫിയർ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഓവർകം ചെയ്യണം. പിന്നെ ഒരു ടീം വർക്ക് എപ്പോഴും നല്ലതായിരിക്കും, നമുക്ക് ഗ്രോ ചെയ്യാനും അത് ഹെൽപ്ഫുള്ളായിരിക്കും. പിന്നെ നമ്മളെ മെൻ്റലി ബ്ലോക്ക് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ, സെൽഫ് ലിമിറ്റ്, സെൽഫ് ഡൗട്ട്, അതൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുക. നമ്മളെക്കൊണ്ട് സാധിക്കുമെന്ന് പറഞ്ഞ് ട്രൈ ചെയ്യുക. തീർച്ചയായും നമ്മളെക്കൊണ്ട് ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒന്നുമില്ല, ട്രൈ ചെയ്ത് നോക്കുക എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങളുടെ ഉള്ളിൽ തന്നെ ആ ഒരു പവർ നിങ്ങൾക്കുണ്ട്. പക്ഷെ നിങ്ങൾ സ്വയം ഈ സെൽഫ് ലിമിറ്റ് ചെയ്ത് നിങ്ങളെ ഒതുക്കി വെക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ആ പവർ അല്ലെങ്കിൽ നിങ്ങളുടെ പൊട്ടൻഷ്യൽ തിരിച്ചറിയാൻ സാധിക്കാത്തത്. സോ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾ തന്നെ വണ്ടർ അടിച്ചു പോകും, ഓ ഇത്രയും പവർഫുള്ളായിരുന്നു ഞാനെന്ന്. സോ അതാണ് നമുക്ക് ഏറീസിൽ ഇവിടെ കാണാൻ സാധിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഇനി നമുക്ക് യൂണിവേഴ്സിൽ നിന്നും എന്തെങ്കിലും ക്ലൂസ് ഉണ്ടോ എന്ന് നോക്കാം. Saturday morning, Wednesday, November
V U December, E H D 11 listen actively, express feelings, 5 night, 29 10 February, wait, August 24 few weeks, 2 October communication, W ego, 4 20 28 next year, July 15 7 1 A W അത് എം ആയിരുന്നു കേട്ടോ. 18. സോ ഇത്രയാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ക്ലൂസ്. സോ ഇത് നിങ്ങൾക്ക് കണക്റ്റായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങൾക്കറിയാവുന്ന ഏറീസിലുള്ള ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യുക. സോ എല്ലാവർക്കും നല്ലൊരു ദിനം നേരുന്നു.